കത്തോലിക്ക വിശ്വാസം എന്ന പ്രഭാഷണ പരമ്പരയിലെ 10ാമത്തെ വീഡിയോ ആണ് ഇത്. മാർപ്പാപ്പ അല്ലെങ്കിൽ പോപ്പ് ആണ് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ. മാർപ്പാപ്പയ്ക്ക് തെറ്റാവരം അഥവാ അപ്രമാദിത്വം ഉണ്ടെന്ന് കത്തോലിക്ക സഭ അവകാശപ്പെടുന്നു. അതോടൊപ്പം മാർപ്പാപ്പയോട് ചേർന്ന് നിൽക്കുന്ന മെത്രാൻ സംഘത്തിനും. ഇതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കുവാൻ പോകുന്നത്. അപ്പസ്തോലന്മാർ സഭകൾ തോറും സഭാ ശ്രേഷ്ഠന്മാരെ നിയമിക്കുന്നതായി പുതിയ നിയമത്തിൽ പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നു. സഭാശ്രേഷ്ഠന്മാർ തങ്ങൾക്ക് ലഭിച്ച ഈ അനുഗ്രഹം അടുത്ത തലമുറകളിലേക്ക് കൈവയ്പിലൂടെ കൈമാറിക്കൊണ്ടിരുന്നു. ഇതാണ് മെത്രാൻ സ്ഥാനത്തിന്റെ ആരംഭം എന്ന് പറയാം. യേശു 12 അപ്പസ്തോലന്മാരെ പ്രത്യേകം തെരഞ്ഞെടുത്തു. മെത്രാന്മാർ എന്ന് പറയുന്നത് ഈ അപ്പസ്തോലന്മാരുടെ പിൻഗാമികളാണ്. 12 അപ്പസ്തോലന്മാരുടെ കൂട്ടത്തിൽ പത്രോസിനെ യേശു പ്രത്യേകമായി ഉയർത്തി. ഇങ്ങനെ മെത്രാന്മാരുടെ സംഘത്തിൽ പ്രത്യേകമായി ഉയർത്തപ്പെട്ട മെത്രാനാണ് റോമ മാർപ്പാപ്പ. മെത്രാന്മാർ അപ്പസ്തോലന്മാരുടെ പിൻഗാമികൾ ആയിരിക്കുന്നത് പോലെ റോമ മാർപ്പാപ്പ പത്രോസിന്റെ പിൻഗാമിയാണ്. തന്റെ കാലശേഷം പരിശുദ്ധാത്മാവിനെ താൻ അപ്പസ്തോലന്മാരിലേക്ക് അയക്കുമെന്നും പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുമെന്നും ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ യേശു അപ്പസ്തോലന്മാർക്ക് വാഗ്ദാനം നൽകി. യേശു നൽകിയ ഈ വാഗ്ദാനം അപ്പസ്തോലന്മാരുടെ കാലം കൊണ്ട് അവസാനിക്കുന്നില്ല. കാലത്തിന്റെ അവസാനത്തോളം അത് സഭയില് തുടർന്നും നിലനിൽക്കുന്നു. പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ നയിക്കും എന്നുള്ള യേശുവിന്റെ ആ വാഗ്ദാനം അത് അതിന്റെ പൂർണ്ണതയിൽ നിലനിൽക്കുന്നത് കത്തോലിക്ക സഭയിലാണ്. ഇക്കാര്യത്തെക്കുറിച്ച് ഈ പ്രഭാഷണ പരമ്പരയിലെ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് 9ാമത്തെ വീഡിയോയിൽ ഞാൻ ഏറെ വിശദീകരിച്ചിരുന്നു. നിങ്ങൾ ആ വീഡിയോ കാണുക. അതായത് സത്യാത്മാവ് നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും എന്നുള്ള യേശുവിന്റെ ആ വാഗ്ദാനം അതിന്റെ തികവിൽ നിലകൊള്ളുന്നത് കത്തോലിക്ക സഭയിലാണ്. ഇക്കാരണത്താല് ക്രൈസ്തവ പ്രബോധനങ്ങളെ ഔദ്യോഗികമായി രൂപപ്പെടുത്തുന്ന കാര്യത്തിൽ കത്തോലിക്ക സഭയ്ക്ക് തെറ്റാവരം അഥവാ അപ്രമാദിത്വം ഉണ്ട്. പ്രായോഗിക തലത്തിൽ ചിന്തിക്കുമ്പോൾ ഈ അപ്രമാദിത്വം അഥവാ തെറ്റാവരം കുടികൊള്ളുന്നത് മാർപ്പാപ്പായിലും മാർപ്പാപ്പായോട് ചേർന്ന് നിൽക്കുന്ന മെത്രാൻ സംഘത്തിലുമാണ്. മെത്രാൻ സംഘത്തിന്റെ തലവൻ എന്ന നിലയിൽ മാർപ്പാപ്പായില് ഈ അപ്രമാദിത്വം സവിശേഷമായ രീതിയിൽ കുടികൊള്ളുന്നു. മെത്രാൻ സംഘത്തിന്റെ അപ്രമാദിത്വത്തിന് ആധാരമായി നിൽക്കുന്ന ദൈവവചനങ്ങൾ നിങ്ങൾ ഇനി ശ്രദ്ധിക്കുക. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എന്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു, എന്നെ നിരസിക്കുന്നവനോ എന്നെ അയച്ചവനെ നിരസിക്കുന്നു. ഇനി മാർപ്പാപ്പായുടെ അപ്രമാദിത്വം അല്ലെങ്കിൽ തെറ്റാവരത്തിന് അടിസ്ഥാനമായി നിൽക്കുന്നത് നമ്മൾ ഇപ്പോൾ കണ്ട ദൈവവചനങ്ങളും ഇനി പറയാൻ പോകുന്ന ദൈവവചനങ്ങളുമാണ്. യേശു അവനെ നോക്കി പറഞ്ഞു, നീ യോഹന്നാന്റെ പുത്രനായ ശിമയോനാണ്, കേപ്പ, പാറ എന്ന് നീ വിളിക്കപ്പെടും. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല.
സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ശിമയോൻ, ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. യേശു അവനോട് പറഞ്ഞു, എന്റെ ആടുകളെ മേയിക്കുക. മെത്രാൻ സംഘത്തിന് അപ്രമാദിത്വം ഉണ്ട്, അല്ലെങ്കിൽ തെറ്റാവരം ഉണ്ട് എന്ന് പറയുമ്പോൾ മെത്രാന്മാർ കൂടിയാലോചിച്ച് എടുക്കുന്ന ഒരു തീരുമാനത്തിലും തെറ്റ് കടന്നുകൂടുകയില്ല എന്നല്ല നമ്മൾ അർത്ഥമാക്കുന്നത്. പിന്നെയോ വിശ്വാസത്തെയും സന്മാർഗത്തെയും സംബന്ധിച്ച, അതായത് ഫെയ്ത്ത് ആൻഡ് മോറൽസ്, ഇവയെ സംബന്ധിച്ച ഒരു കാര്യത്തില് ഔദ്യോഗികമായ ഒരു തീരുമാനം മാർപ്പാപ്പായോട് ചേർന്ന് നിന്ന് എടുക്കുമ്പോൾ മെത്രാൻ സംഘത്തിന് തെറ്റ് പറ്റുകയില്ല. ഇനി പോപ്പിന്റെ അപ്രമാദിത്വത്തിന്റെ കാര്യം നമുക്ക് പരിഗണിക്കാം. പോപ്പ് ആ സ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും പാപം ചെയ്യുകയില്ല എന്നല്ല പോപ്പിന്റെ അപ്രമാദിത്വം എന്നതുവഴി നമ്മൾ അർത്ഥമാക്കുന്നത്. മാർപ്പാപ്പ കുറെയെങ്കിലും പാപസ്വഭാവമുള്ള വ്യക്തിയായിരിക്കാം, അദ്ദേഹത്തിന് ജീവിതത്തിൽ തെറ്റുകൾ പറ്റി എന്നുമിരിക്കാം. ഇനി പോപ്പ് നടത്തുന്ന സാധാരണ പ്രഭാഷണങ്ങളിലും പ്രസംഗങ്ങളിലും ഒക്കെ ചിലപ്പോൾ തെറ്റ് കടന്നുകൂടി എന്ന് വരാം. അതുപോലെ പല മാർപ്പാപ്പമാരും വ്യക്തിപരമായി പുസ്തകങ്ങൾ രചിക്കാറുണ്ട്. ഈ പുസ്തകങ്ങളിലും ചിലപ്പോൾ തെറ്റുകൾ കടന്നുകൂടി എന്നിരിക്കും. ഇനി മാർപ്പാപ്പമാരുടെ ദൈവശാസ്ത്രപരമായ വീക്ഷണങ്ങൾ അതെല്ലാം പൂർണ്ണമായിട്ടും ശരിയായിരുന്നു കൊള്ളണം എന്നും നിർബന്ധമില്ല. ഇതൊന്നുമല്ല പോപ്പിന് തെറ്റാവരം അല്ലെങ്കിൽ അപ്രമാദിത്വം ഉണ്ട് എന്നതുവഴി നമ്മൾ അർത്ഥമാക്കുന്നത്. പോപ്പിന്റെ എക്സ് കത്തീഡ്ര പ്രഖ്യാപനങ്ങൾ, അത് ആണ് അപ്രമാദിത്വത്തിന്റെ അല്ലെങ്കിൽ തെറ്റാവരത്തിന്റെ പരിധിയിൽ വരുന്നത്. എന്താണ് ഈ എക്സ് കത്തീഡ്ര പ്രഖ്യാപനങ്ങൾ എന്നതുവഴി അർത്ഥമാക്കുന്നത്? അത് ഇനി വിശദീകരിക്കാം. എല്ലാ ക്രൈസ്തവരുടെയും ഇടയനും അധ്യാപകനും എന്ന നിലയിലുള്ള തന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പത്രോസിന്റെ പിൻഗാമി എന്ന നിലയിൽ തനിക്ക് ലഭിച്ചിരിക്കുന്ന പരമമായ അപ്പസ്തോലിക അധികാരം ഉപയോഗിച്ച് വിശ്വാസത്തെയും സന്മാർഗത്തെയും സംബന്ധിച്ച ഒരു വിഷയത്തിൽ ആഗോള സഭയ്ക്ക് മുഴുവൻ ബാധകമായ ഒരു പ്രബോധനത്തെ ആഘോഷപൂർവം വ്യക്തമായി നിർവചിച്ച് പ്രഖ്യാപിക്കുന്ന അവസരത്തിലാണ് മാർപ്പാപ്പായിക്ക് അപ്രമാദിത്വം ഉള്ളത്. ഇപ്രകാരം ഒരു പ്രഖ്യാപനത്തെ നാം എക്സ് കത്തീഡ്ര പ്രഖ്യാപനം എന്ന് വിളിക്കുന്നു. ഇവ മാത്രമേ അപ്രമാദിത്വത്തിന്റെ പരിധിയിൽ വരുന്നുള്ളൂ. ഇനി വിശ്വാസപരമായ ഒരു കാര്യത്തിൽ മെത്രാൻ സംഘം മാർപ്പാപ്പായോട് പൂർണ്ണമായി യോജിക്കുന്നു എന്നിരിക്കട്ടെ, ഇത് അപ്രമാദിത്വത്തിന്റെ പരിധിയിൽ വരും. പ്രത്യേകിച്ച് സഭയിലെ സാർവത്രിക സൂനകദോസുകൾ. ഇവിടെ മെത്രാൻ സംഘം മാർപ്പാപ്പായുടെ അധ്യക്ഷതയിൽ സമ്മേളിച്ചിരിക്കുന്നു. ഈ സൂനകദോസിൽ വെച്ച് ഒരു ക്രൈസ്തവ പ്രബോധനം ഔദ്യോഗികമായി നിർവചിച്ച് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അതും അപ്രമാദിത്വത്തിന്റെ അല്ലെങ്കിൽ തെറ്റാവരത്തിന്റെ പരിധിയിൽ വരുന്നു. ഇനി മാർപ്പാപ്പായുടെയും അതുപോലെ മെത്രാൻ സംഘത്തിന്റെയും അപ്രമാദിത്വത്തെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക. തന്റെ സഹോദരങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന സകല വിശ്വാസികളുടെയും അത്യുന്നതനായ ഇടയനും അധ്യാപകനും എന്ന നിലയിൽ മെത്രാൻ സംഘത്തിന്റെ തലവനായ റോമാ മാർപ്പാപ്പ തന്റെ ധർമ്മത്തിന്റെ ശക്തിയാൽ തന്നെ വിശ്വാസത്തെയോ സന്മാർഗത്തെയോ സംബന്ധിച്ച ഒരു സത്യം ആത്യന്തികമായി ഒരു നടപടിയിലൂടെ പ്രഖ്യാപിക്കുമ്പോൾ ഈ അപ്രമാദിത്വം വിനിയോഗിക്കുന്നു. പത്രോസിന്റെ പിൻഗാമിയോടൊത്ത് പരമമായ പ്രബോധന അധികാരം വിനിയോഗിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു സാർവത്രിക സൂനകദോസിൽ മെത്രാന്മാരുടെ സംഘത്തിനും സഭയ്ക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ഈ അപ്രമാദിത്വമുണ്ട്. 12 മുതൽ
16 വരെയുള്ള നൂറ്റാണ്ടുകളിൽ ശീശ്മകളെ, അതായത് അബദ്ധ പ്രബോധനങ്ങളെ നേരിടുന്നതിനു വേണ്ടി ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ എന്നീ രാജ്യങ്ങളിൽ രൂപം കൊണ്ട കത്തോലിക്ക മത വിചാരണ കോടതികളെയാണ് ഇൻക്വിസിഷൻ എന്ന് പറയുന്നത്. 1184 കത്താറിസ്റ്റ് ശീശ്മയെ നേരിടാൻ ഫ്രാൻസിൽ രൂപം കൊണ്ട ഇൻക്വിസിഷനാണ് ഇതിൽ ആദ്യത്തേത്. ഇൻക്വിസിഷൻ അതിന്റെ ഏറ്റവും സജീവമായ രൂപം പ്രാപിച്ചത് സ്പെയിനിലാണ്. ശീശ്മയിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് തടവ് ശിക്ഷ നൽകിയിരുന്നു. ഇനി കൂടുതൽ ദൃഢമായി ശീശ്മയിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് ജീവനോടെ അഗ്നിയിൽ ദഹിപ്പിക്കുക എന്നുപോലെയുള്ള കഠിന ശിക്ഷകളും നൽകിയിരുന്നു. മധ്യ നൂറ്റാണ്ടുകളിലെ യൂറോപ്പ് എന്ന് പറയുന്നത് കത്തോലിക്ക രാജാധികാരങ്ങളുടെ ഒരു കൂട്ടായ്മയായിരുന്നു. അതുകൊണ്ട് സഭയുടെ ഭാഗത്തു നിന്നുള്ള ഈ നീക്കത്തിന് ഗവൺമെന്റിന്റെ പിന്തുണയും ലഭിച്ചു. ഇനി 11, 12, 13 നൂറ്റാണ്ടുകളിൽ വിശുദ്ധ നാടുകളെ മുസ്ലിം ആധിപത്യത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നതിന് വേണ്ടി കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ നടത്തിയ യുദ്ധങ്ങളാണ് ക്രൂസേഡുകൾ അല്ലെങ്കിൽ കുരിശി യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇൻക്വിസിഷന്റെ കാര്യം പരിഗണിച്ചാലും ക്രൂസേഡുകളുടെ കാര്യം പരിഗണിച്ചാലും എല്ലാം നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് നടത്തിയത്. എന്നാൽ ബൈബിൾ പുതിയ നിയമത്തിന്റെ ചൈതന്യവുമായി ഇവ ഒത്തു പോകുന്നില്ല എന്ന് മാത്രം. ഇനി ചരിത്രഗതിയിൽ കത്തോലിക്ക സഭ വരുത്തിയ വീഴ്ചകളുടെ പേരിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരിക്കൽ ലോകത്തോട് പരസ്യമായിട്ട് മാപ്പ് പറയുക വരെ ഉണ്ടായി. ഇങ്ങനെ കത്തോലിക്ക സഭയ്ക്ക് നിരവധി ന്യൂനതകള്, കുറവുകള് ഒക്കെയുണ്ട്. ഇങ്ങനെ കുറവുകൾ ഉള്ള ഒരു സഭയിലൂടെ വിശ്വാസ സത്യങ്ങൾ തെറ്റിന്റെ കലർപ്പില്ലാതെ സംരക്ഷിക്കാൻ പറ്റുമോ? ഇതാണ് ചിലരെ അലട്ടുന്ന ചോദ്യം. ഇതിനുള്ള മറുപടി ഇനി വിശദീകരിക്കാം. ആദ്യം തന്നെ നമുക്ക് ബൈബിളിന്റെ കാര്യത്തിലേക്ക് വരാം. ബൈബിളിന് പഴയ നിയമം, പുതിയ നിയമം എന്നിങ്ങനെ 2 ഭാഗങ്ങൾ ഉണ്ട്. പുതിയ നിയമത്തിലെ ആദ്യത്തെ 4 പുസ്തകങ്ങളാണ് സുവിശേഷങ്ങൾ. മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ എന്നീ 4 പേരാണ് ഈ സുവിശേഷങ്ങൾ രചിച്ചിട്ടുള്ളത്. ഈ 4 പേരും കുറെയെങ്കിലും പാപസ്വഭാവമുള്ള വ്യക്തികളാണ്. എന്നാൽ തന്നെ ഈ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനമായിട്ടും യേശുവിന്റെ വാക്കുകളും പ്രവൃത്തികളുമാണ്. യേശു ദൈവത്തിന്റെ മനുഷ്യാവതാരമാകയാൽ അവന് തെറ്റുപറ്റുകയില്ല. ഇക്കാരണത്താല് സുവിശേഷങ്ങള് സത്യമായിട്ടും ദൈവവചനമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി നമുക്ക് ബൈബിൾ പഴയ നിയമത്തിന്റെ കാര്യത്തിലേക്ക് വരാം. പഴയ നിയമം എഴുതപ്പെട്ടിരിക്കുന്നത് കുറെയെങ്കിലും പാപസ്വഭാവമുള്ള മനുഷ്യ വ്യക്തികളാലാണ്. പഴയ നിയമത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ, അവയുടെ രചനാ കർത്തൃത്വം നമ്മൾ മോശയിൽ ആരോപിക്കുന്നു. സിൻ മരുഭൂമിയില് കാദിഷിലെ മെരീബ ജലാശയത്തിനടുത്ത് വെച്ച് ഇസ്രായേൽ ജനത്തിന്റെ മുൻപാകെ മോശ ദൈവത്തോട് അവിശ്വസ്തത കാട്ടിയതായി നമ്മൾ വായിക്കുന്നു. ഇതിനുള്ള ശിക്ഷയായി മോശ കാനാൻ നാട്ടിൽ പ്രവേശിക്കുകയില്ല എന്ന് ദൈവം അരുൾ ചെയ്തു. ഇനി ദാവീദിന്റെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. ദാവീദ് ജീവിതത്തിൽ വലിയൊരു പാപം ചെയ്തു. തന്റെ പടയാളിയായ ഊറിയായെ ചതിവിൽ വധിപ്പിച്ച ശേഷം അവന്റെ ഭാര്യ ബത്ശബയെ സ്വന്തമാക്കി. എന്നിട്ടും ഈ പഴയ നിയമത്തിലെ സങ്കീർത്തനങ്ങളില് ബഹുഭൂരിഭാഗവും എഴുതിയിരിക്കുന്നത് ദാവീദാണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാല് ഈ പഴയ നിയമ ഗ്രന്ഥകർത്താക്കൾ എല്ലാം തന്നെ കുറച്ചെങ്കിലും പാപസ്വഭാവമുള്ള വ്യക്തികളാണ്. എങ്കിലും ഈ മുഴുവൻ പഴയ നിയമവും സത്യമായിട്ടും ദൈവവചനമാണെന്ന് യേശു ക്രിസ്തു അംഗീകരിക്കുന്നതായി സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നു. ഇനി നമുക്ക് പുതിയ നിയമത്തിൽ സുവിശേഷങ്ങൾക്ക് പുറമെയുള്ള ഗ്രന്ഥങ്ങളുടെ കാര്യം പരിഗണിക്കാം. ഈ ഗ്രന്ഥങ്ങളും എഴുതിയിരിക്കുന്നത് കുറെയെങ്കിലും പാപസ്വഭാവമുള്ള മനുഷ്യർ തന്നെയാണ്. എന്നിട്ടും ഈ പുസ്തകങ്ങളെല്ലാം തികച്ചും തെറ്റില്ലാത്ത
സത്യ ദൈവ വചനമാണെന്ന് കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റുകാരും ഒരുപോലെ അംഗീകരിക്കുന്നു. അതായത് ദൈവം വിചാരിച്ചാൽ പാപ സ്വഭാവമുള്ള ഒരു വ്യക്തിയിലൂടെയും തെറ്റിന്റെ കലർപ്പില്ലാതെ ഒരു പുസ്തകം രചിക്കാൻ സാധിക്കും. ഈ ഒരു തത്വത്തിന്റെ മേലാണ് വാസ്തവത്തിൽ ബൈബിളിന്റെ തെറ്റില്ലായ്മ, ഇന്നറൻസി അടിസ്ഥാനമിട്ടിരിക്കുന്നത്. ഒരു പ്രൊട്ടസ്റ്റന്റുകാരനും ഇക്കാര്യം നിഷേധിക്കുവാനായിട്ട് സാധിക്കത്തില്ല. ഇനി നമ്മൾ പറഞ്ഞു, കത്തോലിക്ക സഭ കുറച്ചേറെ കുറവുകൾ, ന്യൂനതകൾ ഉള്ള ഒരു സഭയാണ്. ഈ സഭയിലൂടെ വിശ്വാസ സത്യങ്ങൾ തെറ്റിന്റെ കലർപ്പില്ലാതെ സംരക്ഷിക്കപ്പെടുവാൻ സാധിക്കുമോ? ഇതിനുള്ള ആദ്യത്തെ ഉത്തരം ഇതാണ്. പാപ സ്വഭാവമുള്ള ഒരു വ്യക്തിയിലൂടെ തെറ്റിന്റെ കലർപ്പില്ലാതെ ഒരു പുസ്തകം രചിക്കുവാൻ പരിശുദ്ധാത്മാവിന് സാധിക്കുമെങ്കിൽ, കുറെ ന്യൂനതകൾ ഉള്ള ഒരു സഭയിലൂടെ വിശ്വാസ സത്യങ്ങൾ തെറ്റിന്റെ കലർപ്പില്ലാതെ സംരക്ഷിക്കാനും പരിശുദ്ധാത്മാവിന് സാധിക്കും. ബൈബിളിന്റെ തെറ്റില്ലായ്മ, ഇന്നറൻസി, അതിനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വ്യക്തിക്ക് സഭയ്ക്ക് കുറവുകളുണ്ട് എന്ന ഒറ്റ കാരണത്താൽ അതിന്റെ തെറ്റാപരത്തെ നിഷേധിക്കുന്നതിനുള്ള യുക്തിപരമായ അടിസ്ഥാനമില്ല. ബൈബിളിന്റെ തെറ്റാപരം പരിഗണിച്ചാലും സഭയുടെ തെറ്റാപരം പരിഗണിച്ചാലും സത്യം സംരക്ഷിക്കപ്പെടുന്നത് ഒരിക്കലും മനുഷ്യന്റെ മിടുക്കുകൊണ്ടല്ല, പിന്നെയോ അത് ദൈവ കൃപയാലാണ്. ഇനി നമുക്ക് പത്രോസ് അപ്പസ്തോലന്റെ കാര്യത്തിലേക്ക് വരാം. പത്രോസ് അപ്പസ്തോലന് ജീവിതത്തിൽ വലിയ 2 തെറ്റുകൾ പറ്റിയതായി പുതിയ നിയമം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, കോഴി കൂവുന്നതിന് മുമ്പ് പത്രോസ് അപ്പസ്തോലൻ 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞു. പിന്നെ മറ്റൊരു തവണ പരിച്ഛേദിതരായ യഹൂദ ക്രൈസ്തവരെ ഭയന്ന് വിജാതീയ ക്രൈസ്തവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പത്രോസ് അപ്പസ്തോലൻ വിസമ്മതിച്ചു. ഇതിന്റെ പേരിൽ പൗലോസ് അപ്പസ്തോലൻ പത്രോസിനെ നിശിതമായി കുറ്റപ്പെടുത്തുന്നതായി ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ജീവിതത്തില് പല തെറ്റുകളും വന്നുപോയ ഒരു വ്യക്തിയാണ് പത്രോസ്. എന്നിട്ടും പത്രോസ് എഴുതിയ 1-ഉം 2-ഉം ലേഖനങ്ങൾ തികച്ചും തെറ്റില്ലാത്ത ദൈവവചനമാണെന്ന് പ്രൊട്ടസ്റ്റന്റുകാരും കത്തോലിക്കരും ഒന്നുപോലെ അംഗീകരിക്കുന്നു. അതായത് ചില മേഖലകളിൽ തെറ്റ് വരുത്തിയ പത്രോസിന് മറ്റു ചില മേഖലകളിൽ തെറ്റ് വരുത്താതിരിക്കാൻ സാധിക്കും എന്ന് പ്രൊട്ടസ്റ്റന്റുകാരും ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതേ കൃപ തന്നെയാണ് റോമ മാർപ്പാപ്പായിൽ കുടികൊള്ളുന്നത്. കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞപ്പോഴും പരിച്ഛേദിതരെ ഭയന്ന് വിജാതീയ ക്രൈസ്തവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വിസമ്മതിച്ചപ്പോഴും താൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന ബോധ്യം പത്രോസിന് തന്റെ മനസാക്ഷിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ പത്രോസിന്റെ പേരിലുള്ള 1-ഉം 2-ഉം ലേഖനങ്ങൾ എഴുതുമ്പോൾ താൻ എഴുതുന്നത് സത്യമാണ് എന്ന ബോധ്യം പത്രോസിന് തന്റെ മനസാക്ഷിയിൽ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തുന്നതായും അപ്പസ്തോലന് ബോധ്യമുണ്ടായിരുന്നു. ഇതേ കൃപ തന്നെയാണ് റോമ മാർപ്പാപ്പായ്ക്കും ഉള്ളത്. മാർപ്പാപ്പ കുറെ പാപസ്വഭാവമുള്ള വ്യക്തിയായിരിക്കാം. പല മേഖലകളിലും ജീവിതത്തിൽ അദ്ദേഹത്തിന് തെറ്റ് പറ്റുന്നുമുണ്ടായിരിക്കാം. എങ്കിലും ഒരു വിശ്വാസ സത്യത്തെ അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ പ്രബോധനത്തെ ഔദ്യോഗികമായി നിർവചിച്ച് പ്രഖ്യാപിക്കുമ്പോൾ താൻ പറയുന്നത് സത്യമാണ് എന്ന തികഞ്ഞ ബോധ്യം മാർപ്പാപ്പായ്ക്ക് ഉണ്ട്.